ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമോ? നമ്മളിപ്പോ ഫസ്റ്റ് ഇക്കായി എത്ര പാഠങ്ങളുള്ളത്? पहली इकाई में कितने पाठ भाग है? 3 അല്ലേ? ആദ്യത്തേത് ദീർഘകോട്ടി. वो साहित्य की कौन सी विधा है? ഏത് വിധയിലാണ് വരുന്നത് സാഹിത്യത്തിലെ? ओके, दूसरा पाठ कौन सा है? हताशा से एक व्यक्ति बैठ गया और ये कविता पर टिप्पणी लिखी है. तो दूसरा पाठ भाग कौन सी विधा है? टिप्पणी. कविता किसने लिखी है? कविता किसने लिखी है? विनोद कुमार शुक्ल. पर आस्वादन टिप्पणी किसने लिखी? അതിൽ നമ്മൾ കണ്ട കാര്യം എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാല്, നമ്മള് ഒരു മനുഷ്യനായാല് ഏറ്റവും മഹത്തായ ഗുണം എന്താണ്? മനുഷ്യത അല്ലെ? दूसरों के प्रति, മറ്റുള്ളവരോട് हमारे मन में सहानुभूति होनी चाहिए. നമ്മുടെ മനസ്സിൽ സഹാനുഭൂതി ഉണ്ടാവണം. और उसे सहायता करना भी चाहिए हमें. നമുക്ക് അവരെ സഹായിക്കും വേണം. ऐसा एक मनोभाव भी हमारे मन में होना चाहिए. അത്തരം മനോഭാവം വേണം. അതായിരുന്നു ആ ഒരു ടിപ്പണി 12 വരി ഉണ്ടായിരുന്നു. 11 വരി കവിതയിലൂടെ നമുക്ക് വളരെ മഹത്തായ ആശയം തന്നു. ഇനി മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പോയപ്പോ നമ്മൾ കണ്ടത് ഒരു കവിതയായിരുന്നു. അത് നമ്മുടെ സാഹിത്യക്ക് വിധ കവിത ഹി. സാഹിത്യ വിധ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് കവിതയാണ്. किसकी कविता है? धर्मवीर भारती. धर्मवीर भारती की कविता है. कविता का नाम क्या है? टूटा. तो एक प्रतीकात्मक कविता है. मैं तो पहले ही कह चुका हूं. ഞാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രതീകാത്മക കവിത ഇതൊരു സിംബോളിക്കായ പ്രതീകമായ, അതായത് യഥാർത്ഥത്തിൽ വെറും ഒരു പൊട്ടിയ ചക്ര അല്ലേ. എന്താണ് ഇത്? ഈ പൊട്ടിയ ചക്രം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് അനുപയോഗി ചീസ്, അനുപയോഗി എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗശൂന്യം. ഉപയോഗി എന്ന് പറഞ്ഞാല് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അല്ലെ? അനുപയോഗി എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം. उसे हम क्या करते हैं? अनुपयोगी चीज हमारे पास है तो हम उसे दूर दूर फेंक देते हैं. നമ്മളത് വലിച്ചെവിടെയെങ്കിലും ദൂരെ എറിയും. അങ്ങനെയുള്ള ആ വസ്തു ആയിരിക്കും ഒരു പക്ഷേ किसी भी समय में हमारी मदद के लिए आ जाता है. ആ സാധനം, ആ സാമഗ്രി അതായിരിക്കും ചിലപ്പോൾ നമ്മളെ മദത് സഹായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ ടൂട്ടാ പഹിയ എന്നുള്ളതിന്റെ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞാല് നമുക്ക് പറയാം ലഘുമാനവനാണ് അല്ലെ? നിസ്സാരനായ മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലെ? അല്ലെങ്കിൽ ആജ്കമാന, ഇന്നത്തെ ഒരു സമൂഹത്തിലുള്ള ഒരു മനുഷ്യന്റെ പ്രതീകം. അതായത് നമ്മള് ചില ആൾക്കാരെയൊക്കെ നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ അവഗണിക്കാറ്, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ ഹാഷിയപ്പർ ചോടേകയെ ലോകം എന്നാ പറയാ. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ ഒരുപക്ഷെ അവഗണിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ അവഗണിക്കരുത്. അവരെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നേടാൻ പറ്റും. ഇനി കവിക്കോ യ ആശയ കഹാ സെ മിലാ ഹൈ അഥവാ കവിത ലിഖ്നെ की विषय वस्तु कवि को कहां से मिली? കവിത എഴുതാനുള്ള ഈ ഒരു വിഷയം ധർമ്മവീർ ഭാരതിക്ക് എവിടുന്നാണ് കിട്ടിയത് എന്നാണ് മേര സവാൽ. നന്ദനെ പറയൂ, കവിക്ക് ഈ വിഷയം എവിടുന്ന? നമ്മൾ തുടങ്ങിയില്ല, കുറച്ച് തുടങ്ങിയില്ലേ? ഹലോ,
അല്ലോ, ആരും ഒന്നും മിണ്ടില്ല. തുടങ്ങിയില്ലേ? അപ്പൊ കവിക്ക് എവിടുന്നാണ് കിട്ടിയത് ഈ വിഷയം? ആർക്കെന്നാണ് കിട്ടിയത്? എവിടുന്ന് കിട്ടി? മഹാഭാരത്. അല്ലെ, ഇതിഹാസ ഗ്രന്ഥം മഹാഭാരത് സെ മിലാ ഥാ. മഹാഭാരതത്തിൽ നിന്നാണ് നമ്മുടെ കവിക്ക് ഈ ഒരു പൊട്ടിയ ചക്രം എന്നുള്ളത് കിട്ടി. ഇപ്പൊ മഹാഭാരതത്തിലെ ആ കഥ പറഞ്ഞുകൊണ്ട് അഭിമന്യുവിന്റെ ആ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കവി എന്താണ് സമർത്ഥിക്കുന്നത്? ഇന്നത്തെ സമൂഹത്തിൽ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ നമ്മൾ അവഗണിക്കരുത്, നിസ്സാരമായി തള്ളിക്കളയരുത്. किसी भी वस्तु या व्यक्ति को अनुपयोगी समझकर छोड़ना उचित बात नहीं. ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, നമുക്കൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഉസേ ചോടിന, അങ്ങനെ വെറുതെ വിടുക, ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഉചിത് ബാത് നഹി, അനുചിത് ഹൈ, അനുചിതമാണ്. ഇത് പറഞ്ഞു തരികയാണ് ഈ കവിതയിൽ. മഹാഭാരത് के उदाहरण को लेकर, टूटे पहिए की उदाहरण को लेकर, टूटा पहिയ അതിന്റെ ആ ഉദാഹരണം, എക്സാമ്പിൾ നിരത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ സമർത്ഥിക്കുകയാണ് ധർമ്മവീർ ഭാരതി. ഈ ടൂട്ടാ पहिയ സ്വയം कहता, ടൂട്ടാ पहिയ സ്വയം പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു പ്രതീകാത്മകം മാത്രമല്ല, സ്വയം ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള ഒരു കവിത കൂടിയാണ്. ഇതിൽ മൈ എന്ന് പറയുന്നത്, മൈ നമുക്കറിയാം സർവനാമമാണ്. 12 സർവനാമങ്ങളിൽ ഫസ്റ്റ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദിയിലെ സർവനാമം അല്ലെ, പ്രോനൗൺ ആണ് മൈ. ഇത്ര സർവനാമങ്ങളാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, 12 എണ്ണം. മൈ, ഹം, തു, തും, ആപ്, വഹ്, വേ, യഹ്, യേ, കോൻ, ജോ, കോയി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈ, ഞാനാണ്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെ, ഉത്തമ പുരുഷ്, അങ്ങനെയുള്ളത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ചക്രം, പൊട്ടിയ രഥത്തിന്റെ ചക്രം പ്രതീകമാണത്. അത് സ്വയം പറയുന്നു, മേ രഥ് കാ ടൂട്ടാ ഹുവാ पहिया हूं, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता. ഇതാണ് ഈ ടൂട്ടാ पहिയ അല്ലെങ്കിൽ നിസാര മനുഷ്യൻ അല്ലെങ്കിൽ നിസാര വസ്തു പറയുകയാണ്. ഞാൻ मैं एक टूटा हुआ पहिया हूं, वो तो बिल्कुल ठीक है, ഞാൻ ഒരു പൊട്ടിയ ചക്രം, നിസാര വസ്തുവാണ് ഞാൻ. लेकिन मुझे അനുപയോഗി സമജ്കർ ഫേങ്കോ മത്, എന്നെ നിങ്ങൾ ഉപയോഗശൂന്യം എന്നും കരുതിയിട്ട് എവിടെയെങ്കിലും എങ്ങാണ്ടെങ്കിലും വലിച്ചെറിയാൻ പാടില്ല. ഡോണ്ട് ത്രോ എവേ, നമ്മൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു നമ്മൾ Sir,
ഓഡിയോ ഓഫാണ്. ശരിയാക്കാം. അത് നെറ്റ് എന്തോ പ്രോബ്ലം ആയിപ്പോയി. ഇവിടെ നെറ്റ് ചെറിയ ചിലപ്പോ പിന്നെ പ്രശ്നം. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, ഇവിടെ ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് എന്നെ വലിച്ചെറിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ പാഠപുസ്തകത്തില് ഒരു ചിത്രം ഉണ്ടായിട്ടില്ല 19ാമത്തെ പേജിൽ. ഒരു പ്രളയ സമയത്ത് പൊട്ടിയ ചെരുപ്പ് ഇങ്ങനെ ഒഴുകി വരുമ്പോ ആ ചെരുപ്പിൽ മുകളിൽ അല്ലേ ഒരു പക്ഷിക്കുഞ്ഞ് അല്ലെ, ഒരു ചിടിയ, അതിന്റെ ഒരു ചോട്ടിച്ചിടിയ, നന്നി ചിടിയ സ്വയം രക്ഷപ്പെടുന്നുണ്ട്. ആരോ വലിച്ചെറിഞ്ഞത്, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞത് കപ്പലായിരുന്നു. പൊട്ടിയിട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞതാണ്. പക്ഷെ അതുപോലും പിന്നീട് ഉപകാരപ്പെട്ടു. ഉസി പ്രകാർ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനെ അവഗണിക്കരുത്. ആ ഒരു വ്യക്തിയെയും ഒന്നിനും കൊള്ളില്ല, അവനെ കൊണ്ട് ഒരു ഗുണത്തിനും കൊള്ളില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഉസേ ചോടന, അവനെ ഉപേക്ഷിക്കാൻ പാടില്ല. അതിന്റെ ഉദാഹരണമായിരുന്നു നമ്മളെ മഹാഭാരതത്തിലെ ടൂട്ടാ പഹിയ. അപ്പൊ ഈ മഹാഭാരതത്തിലെ ടൂട്ടാ പഹിയ കൊണ്ട് രക്ഷപ്പെട്ടതായിരുന്നു. महाभारत युद्ध के समय द्रोणाचार्य ने चक्रव्यूह की रचना की थी और उस चक्रव्यूह में किसने प्रवेश किया? आराने प्रवेश किया? अभिमन्यु। उस अभिमन्यु की जान की रक्षा की किसने? टूटे पहिए ने. ആ അഭിമന്യുവിന്റെ ജീവൻ രക്ഷിച്ചത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ, എങ്കിൽ പോലും രക്ഷപ്പെടുത്തിയത് ആ ഒരു പൊട്ടിയ ചക്രാണ്. അഭിമന്യു എന്ന് പറഞ്ഞാല് ആരാണ്? അർജുൻ കാ പുത്ര അല്ലെ, അർജുനന്റെ മകനാണ്. വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ചറി അല്ലെ, നമ്മളെ അമ്പെയ്ത്തിന്റെ അല്ലെങ്കിൽ അസ്ത്രവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അർജുൻ അല്ലെ. ഇന്ന് ഒളിമ്പിക്സിലാണ് അർജുൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡലൊക്കെ വാങ്ങി തന്നെ, ഇപ്പൊ പറ്റില്ല. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള അർജുനന്റെ മകനായ അഭിമന്യു ചില്ലറക്കാരനല്ല. ആ അഭിമന്യുവിന്റെ യുദ്ധഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? അഭിമന്യുവിനെ യുദ്ധഭൂമിയിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ടൂട്ടാ പഹിയാണ്. അപ്പോ महाभारत युद्ध में किसने अभिमन्यु की जान की रक्षा थोड़ी देर के लिए की? കുറച്ചു നേരത്തേക്കെങ്കിലും ചെയ്തത് ആരായിരുന്നു? ടൂട്ടാ പഹിയ. അപ്പൊ അതുകൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി പാടില്ല. പിന്നെന്താ പറയുന്നത്? ദുരൂഹ ചക്രവ്യൂഹം. നോക്കൂ, ചക്രവ്യൂഹം എന്ന് പറയുന്നത് ഒരു എന്താണ്? നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ചതുരംഗ പട അക്ഷൗഹിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷൗഹിണി എന്ന് പറയുമ്പോ മഹാഭാരതത്തില് 18 അക്ഷൗഹിണികളെ കുറിച്ച് പറയുന്നു. അതില് 11 അക്ഷൗഹിണികൾ കൗരവന്മാരുടെ പക്ഷത്തും 7 അക്ഷൗഹിണി പാണ്ഡവർക്കും ഉള്ളത്. ഒരു അക്ഷൗഹിണിന്റെ എണ്ണവും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അല്ലേ. അപ്പൊ 1,09,350 കാലാൽപ്പടയും 21,870 ആന, അതുപോലെ തന്നെ തേര്, 65,610 കുതിരകളും ചേർന്നിട്ടുള്ള ഒരു അക്ഷൗഹിണി. ഈ അക്ഷൗഹിണിയെ ചതുരംഗപ്പടയായിട്ട് ഇങ്ങനെ ചക്രാകൃതിയില് അതിനിങ്ങനെ ഭിന്നിಸಿ, ചക്രത്തിന്റെ ആകൃതിയിൽ വളരെ മറ്റേ നമ്മളെ സിനിമയിലെ എൻ്റർ ദ ഡ്രാഗൺ എന്നും അതിന്റെ ബ്രൂസിലിയിലെ സിനിമ പോലെ ഡ്രാഗൺ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് ശത്രുക്കളെ നേരിടാൻ അതിന് പ്രത്യേകമായ കഴിവ്, അടവുകൾ, തന്ത്രങ്ങൾ പഠിച്ചവർക്കേ പറ്റൂ. പക്ഷെ അഭിമന്യു അതിന്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഇത് ചക്രവ്യൂഹം എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്തെല്ലോ സമസ്യകൾ ഉണ്ടാവും നമ്മുടെ ഈ ഇടയിൽ.
അതിൽപ്പെട്ടിട്ട് ഈ സമസ്യകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ അഭിനവ അഭിമന്യുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ അവര് സാഹസല്ല കാണിക്കുന്നത്, ദുസ്സാഹസിയാണ്. കാര്യം നമുക്കറിയാം, അഭിമന്യു അതിൻ്റെ ഉള്ളിൽ കയറി പൊരുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവൻ തിരിച്ചു കിട്ടില്ല. ജീവൻ നഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് പോലും ഒരു കാര്യത്തില് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് വെറും ധൈര്യമല്ല പറയാ, അമിതമായ ആത്മവിശ്വാസം, അമിത ധൈര്യമാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ കാണാം, നമുക്ക് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഈ സെൽഫി ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാകും. സാധനം ഇങ്ങനെ ഓടിക്കൊണ്ട് ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ, റെയിൽ പാളത്തിന്റെ മുമ്പിൽ നിന്നിട്ട് സെൽഫി എടുക്കുന്നവരുണ്ട്. അത് സാഹസല്ല, അത് ദുസ്സാഹസ് എന്നാ പറയാ. അത് അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അമിതമായ ആത്മവിശ്വാസവും ധൈര്യവും പ്രകടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം വരും. ഏതിന്? ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാനല്ല, സമൂഹത്തിലെ വിഭിന്നങ്ങളായ സമസ്യാവും ലഡിനെങ്കിൽ സമസ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അഭിമന്യു എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ വരുമ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ശാസക് വർഗ്, അധികാരി വർഗ്, ഭരണവർഗം ഉണ്ടല്ലോ, അധികാരം, ഉന്നത അധികാര വർഗം എന്ത് ചെയ്യുന്നു? ഈ ചെറുപ്പക്കാരൻ, ന്യായം അവന്റെ പക്ഷത്താണ് ഉണ്ടാവുക, പക്ഷെ അവനെ എന്ത് ചെയ്യുന്നു? ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഏതുപോലെ महाभारत युद्धത്തിൽ अभिमन्यु जिस प्रकार चक्रव्यूह में अभिमन्यु ने प्रवेश किया और शत्रुओं का सामना किया था, तब बड़े बड़े महारथियों ने मिलकर क्या किया था? अभिमन्यु के सारे अस्त्र शस्त्र नष्ट कर डाले. അന്ന് അവിടെ അതാണ് കണ്ടത്. അവർക്കറിയാമായിരുന്നു अपने पक्ष असत्य का पक्ष है. കൗരവന്മാരുടെ ഭാഗത്തുള്ള ബഡേ ബഡേ മഹാരഥി, വലിയ മഹാന്മാരായ വലിയ പരാക്രമികൾ ഉണ്ടായിരുന്നു. അവർക്കറിയാം നമ്മളുടെ പക്ഷം തെറ്റാണ്. എന്നിട്ടും അവർ എന്ത് ചെയ്തിരുന്നു? അഭിമന്യു എന്ന ബാലനെ എല്ലാവരും വളഞ്ഞിട്ട് അവന്റെ ആയുധം നിരായുധനാക്കിയിട്ട് അവരോട് യുദ്ധം ചെയ്തിട്ട് അവനെ തല്ലിക്കൊല്ലുക ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിലും ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഇവിടുത്തെ അധികാരി വർഗം എന്ത് ചെയ്യുന്നു? വലിയ സമ്പന്ന വർഗങ്ങൾ ഉണ്ടാവും, അവരുടെ അടുത്ത് കാശുണ്ടാവും, അധികാരത്തിന് അധികാരം ഉണ്ടാവും. അവരെല്ലാം ചേർന്നുകൊണ്ട് ഈ നിസ്സാരനായ ഒറ്റ ഒരു അകേലി നിഹത്തി ആവാസ് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ഒറ്റപ്പെട്ട ഒരു ശബ്ദമാണ്. ഒരു അവന് സഹായിക്കാൻ ആരുമില്ല. അവന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ട ശബ്ദമാണ്. അപ്പൊ ചവിട്ടി മെതിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വർഗം തയ്യാറാവുമ്പോ, പണ്ട് മഹാഭാരതത്തിൽ ചക്രം സഹായിച്ചതുപോലെ ഇവിടുത്തെ ചക്രം എന്ന് പറയുന്നത് നിസ്സാരനായ മനുഷ്യൻ ചിലപ്പോൾ ഇവന് സഹായിക്കാൻ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നിനെയും നിസ്സാരമായി കാണരുത്, അല്ലെ? അക്കേലിന് പിന്നെ ചിലപ്പോ അവര് ഏതായുധവും പ്രയോഗിക്കും. ഇവിടെ ഒരു വലിയ ആയുധത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? ബ്രഹ്മാസ്ത്രം. മഹാഭാരതത്തിലും പുരാണത്തിലും പറയപ്പെടുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു അസ്ത്രം, ആയുധമില്ല. ഏതാണ്? ബ്രഹ്മാസ്ത്രം. ആ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സാങ്കല്പികമായ ആയുധമാണ്. അത് ഇങ്ങനെ മന്ത്ര ജപിച്ചിട്ട് അങ്ങനെ അയച്ചു വിടുന്നതാണ്. എന്ന് മാത്രമല്ല, വിശേഷത ക്യാ ഹൈ? വോ കഭി പരാജിത് നഹീ ഹോതാ ഹൈ. ഒരിക്കലും അത് പരാജയപ്പെടില്ല. ഏതാണ് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യത്തിൽ അത് ഭേദിച്ചിരിക്കും. അതാണ് ബ്രഹ്മാസ്ത്രം. അങ്ങനെ ഏതായുധവും ഇന്നത്തെ സമൂഹത്തിൽ ഭരണവർഗമോ അധികാരി വർഗമോ സമ്പന്ന വർഗമോ എടുത്ത് പ്രയോഗിക്കും. ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ അഭിമന്യു, ഇന്നത്തെ യുവത്വത്തിന്റെ പ്രതീകമായ യുവാക്കളെ ഒറ്റക്കാവുന്ന സമയത്ത് അവന്റെ ഇവരുടെ കയ്യില് ബ്രഹ്മാസ്ത്രവും സേഫിയിൽ ലോഹാലേ സക്ത. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാല് ആ മാരകമായ ആയുധത്തിനോട് പോലും എനിക്ക് ലോഹാലേന എന്ന് പറഞ്ഞാല് നേരിടുക, ഏറ്റുമുട്ടുക, സാമ്ന കർണയ്ക്ക് മൈ തയ്യാറും എന്ന് പറഞ്ഞാല് ഈ ടൂട്ടാ പഹിയെ പോലുള്ള നിസ്സാര മനുഷ്യനാണ് പറയുന്നത്. എന്നെ ഒരിക്കലും നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല.
പിന്നെന്താ പറയുന്നത്? അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത്. ഇത്രയും കാര്യമാണ് ആദ്യത്തെ ഒരു കുറച്ച് വരിയിൽ പറയുന്നത്. ഒന്നുകൂടി പറയുന്നത് ഞാൻ മേ रथ का टूटा हुआ पहिया लेकिन मुझे फेंको मत क्या जाने कब इस दुरूह चक्रव्यूह में अक्षोहिणी सेनाओं को चुनौती देता हुआ. അപ്പൊ അഭിമന്യു അങ്ങനെ അക്ഷോഹിണി സൈന്യത്തിന് ചുനൗത്തി വെല്ലുവിളിച്ചുകൊണ്ടാണ്. സാധാരണ നമ്മളിങ്ങനെ വെല്ലുവിളിക്കാറില്ലേ? അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് പോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഖിർജായി. അപ്പൊ ഏതെങ്കിലും ഒരു അമിത ആവേശത്തോടുകൂടി വന്ന അഭിമന്യു വന്നിട്ട് ഖിർജായ അവനെ വളയും. ഖിർന എന്ന് പറഞ്ഞാൽ വളയുക എന്നാണ്. മാത്രമല്ല ആ സമയത്ത് ഈ ഞാൻ ആവുന്ന രഥത്തിന്റെ പൊട്ടിയ ചക്രം എന്ന് പറഞ്ഞാൽ നിസ്സാര മനുഷ്യൻ, നിസ്സാര വസ്തു അല്ലെ, ഒരു സാധാരണ വ്യക്തി ഉസ്കി മദദ് മദദ് അവന് സഹായിക്കാൻ തയ്യാറാണ്. പിന്നെ ഇവിടെ പറഞ്ഞ മഹാരഥികളെ പറഞ്ഞിട്ടുണ്ട്. बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहिए अपने पक्ष को असर. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ട്, എന്നെ വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. അതൊന്ന് നോക്കാം. നമ്മള് അടുത്ത ഭാഗമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇതിഹാസോ की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. രണ്ടാമത്തെ കാര്യം വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു കാര്യം പറഞ്ഞത് എന്നെ വലിച്ചെറിയാൻ പാടില്ല, കാരണം ഏതെങ്കിലും സമയത്ത് ഈ ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ സഹായിയായിട്ട് ഞാൻ ഉണ്ടാവും. മറ്റൊരു കാര്യമുണ്ട്, ഇതിഹാസവും. എന്താ ഇതിഹാസ് എന്ന് പറഞ്ഞാൽ? ഇതിഹാസ് ചരിത്രം അല്ലെ, ഹിസ്റ്ററിയാണ്. ഈ നമ്മുടെ രാജ്യത്തിനും ചരിത്രവും നമുക്ക് വളരെ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള, ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ചരിത്രം നമുക്കിപ്പം അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചരിത്രം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും. ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ടാണ്. ചരിത്രകാരന്മാരുണ്ട്, അതാത് സമയത്തെ കാലത്തിലെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുക. പ്രത്യേക വിഭാഗങ്ങളൊക്കെ. ഇതിഹാസം की സാമൂഹിക ഗതി, ഈ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണമാണ്. ഗതി എന്ന് പറഞ്ഞാൽ പോക്കാണ്, ഇതിന്റെ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ഒഴുക്ക്, പ്രയാണം. അതായത് ചരിത്രത്തിന്റെ സാമൂഹ്യ ഗതി ഒരു പക്ഷേ ജൂട്ടി പഠിച്ചാനിപ്പ ജൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളം. ഓപ്പോസിറ്റ് ആണ് സച്ച് അല്ലെ? ചരിത്രത്തിന്റെ ഗതി, ചരിത്രത്തിന്റെ പോക്ക് ഒരു പക്ഷേ കള്ളമായ എന്ന് പറഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തുന്ന ചരിത്രം, അതായത് ഇവിടുത്തെ അധികാരി വർഗം യഥാർത്ഥ ചരിത്രം മറച്ചു വെച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജൂട്ട ഇതിഹാസ്, തെറ്റായ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി വിചാരിച്ചു. ഒരു 10-25 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചരിത്രം എടുത്ത് വായിക്കുന്നത്. അപ്പൊ അന്നേരം അറിയും ഈ പറഞ്ഞ ചരിത്രം അല്ല യഥാർത്ഥ ചരിത്രം. അതുകൊണ്ട് അവർ ഇതിഹാസോ की സാമൂഹിക ഗതി സഹസ എന്ന് പറഞ്ഞ അർത്ഥം പെട്ടെന്ന്, അപ്രതീക്ഷിതമായിട്ടാണ്. പെട്ടെന്ന് ചരിത്രഗതി ജൂട്ടി പഠിച്ചാൽ തെറ്റായി മാറും, കള്ളമാകുമ്പോ സച്ചായി. എന്താ സച്ചായി എന്ന് പറഞ്ഞാൽ? സച്ചായി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. എന്താണോ യഥാർത്ഥ സ്ഥിതി, സച്ചായി കഹാസെ ഹം ജാൻ പായേക്ക്, നമുക്ക് എവിടുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും അറിയോ? ടൂട്ടേ ഹുയേ പഹിയോ സെ. നേരത്തെ പറഞ്ഞ നിസ്സാരനായ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കണ്ടിട്ട് എന്തായിരുന്നു ചരിത്രമെന്ന് മനസ്സിലാക്കിയ നിസ്സാരനായ മനുഷ്യന്മാരിവിടെ ഉണ്ട്, അല്ലെങ്കിൽ വസ്തുക്കളുണ്ട്. അവരിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിലെ യഥാർത്ഥ ചരിത്രം, സച്ചായി, സച്ചേ ഇതിഹാസ് കോ ഹം ജാൻ സക്തേ, യഥാർത്ഥ ചരിത്രം നമുക്ക് അറിയാൻ പറ്റും. इसलिए मुझे अनुपयोगी समझकर फेंको मत. എന്നെ ഉപയോഗശൂന്യം എന്ന് പറഞ്ഞത്, എന്നെ എന്ന് പറഞ്ഞാല് വെറും കൂട്ടപ്പഹിയല്ല, നിസ്സാര മനുഷ്യനാവാം, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഏതെങ്കിലും മനുഷ്യനാവാം, വസ്തുവാവാം. അതുകൊണ്ട് എന്നെ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത്. അങ്ങനെ പഴയ ഒരു മഹാഭാരത ചരിത്രത്തിലെ ഒരു സംഭവം എടുത്തിട്ട് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്
ധർമ്മവീർ ഭാരതി ഈ ടൂട്ടാപഹ്യ എന്ന് പറയുന്ന പ്രതീകാത്മകമായ കവിത രചിച്ചിട്ടുള്ളത്. ഇപ്പൊ രണ്ട് ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഒരു ഭാഗം എന്തുകൊണ്ട് തന്നെ വലിച്ചെറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ചരിത്രഗതി ചിലപ്പോൾ അല്ലെ ഇതിഹാസം की सामूहिक गति सहसा झूठी पड़ जाने पर सच्चाई कहाँ से मिलेगी? യാഥാർത്ഥ്യം നമുക്ക് ടൂട്ടേക്ക് പഹ്യവും ആശ്രയം. ചിലപ്പോൾ നമുക്ക് ഈ നിസ്സാര മനുഷ്യനെ വസ്തുവിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ആ വസ്തു ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തെരഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് കവി ഏസമക്കരോ അങ്ങനെ ചെയ്യുക. ഇതാണ് നമ്മുടെ ഓരോന്നും പ്രതീകമാണ്. എന്തൊക്കെയാണെന്നുള്ളതിന്റെ നമുക്ക് പിന്നെ ഓരോ വസ്തുക്കളും അഭിമന്യു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആരാണ്? യഥാർത്ഥത്തിലുള്ള ഈ ചെറുപ്പക്കാരാണ് അഭിമന്യു എന്ന് പറയുന്നത്. ഒരു സാഹസം കാണിക്കുന്ന ചെറുപ്പക്കാരെയാണ് അഭിമന്യുവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൂട്ടാപഹ്യ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാരകമായിട്ടുള്ള ആയുധങ്ങളാണ്. അങ്ങനെ ഓരോന്നിന്റെയും പ്രതീകമുണ്ട്. അത് നമുക്ക് പഠിക്കാൻ ഞാൻ അത് നോട്ട്സിൽ എഴുതി തരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏതിന്റെയൊക്കെ നോട്ട്സ് കിട്ടി? വീർ ബഹൂട്ടി കിട്ടിയില്ലേ? കിട്ടി. ഇനി ഹതാശാസെ एक व्यक्ति बैठ गया था അത് കിട്ടിയിട്ടുണ്ടോ? ഹതാശാസെ एक व्यक्ति बैठ गया था എന്നുള്ളതിന്റെ നോട്ട് കിട്ടിയോ? ഇത് പറയൂ. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ അത് നിങ്ങൾ നേരത്തെ പിന്നെ ടെലിഗ്രാമിലൂടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത ദിവസം തന്നെ ഇത് അയച്ചു തരാൻ വേണ്ടി ഈ രണ്ടും ഒരുമിച്ച് അയച്ചു തരാൻ വേണ്ടി പറയും. അതിനുശേഷം ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് എക്സാം വരാം. ഓക്കെ. ഇനി നമുക്ക് ഒരു യൂണിറ്റ് ആണ് നമ്മളിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് ഒരു യൂണിറ്റ് കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ എക്സാം നടന്നത് നിങ്ങൾക്കറിയാം. ഫോക്കസ് ഏരിയ നോക്കിയിട്ടാണ്. 2 യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയയിൽ കൊടുത്തത്. ഇപ്രാവശ്യവും എങ്ങനെയാണെന്ന് പറയാം. എന്തായാലും 1-2 യൂണിറ്റിന് പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ 1ാമത്തെ യൂണിറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നോട്ട്സ് തന്നാല് കൃത്യമായി അത് എഴുതി പഠിക്കുക. സംശയം വരുമ്പോ നമുക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ലെസൺ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പരീക്ഷയിൽ വാക്യ പിരമിഡൊക്കെ ഉണ്ടാവും. പിരമിഡ് ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾക്ക്. ഇങ്ങനെ ഒരു വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സെന്റൻസിന് വാക്കുകൾ ആ സെന്റൻസിന് ലെങ്ത് വർദ്ധിപ്പിക്കുക. ആ രീതിയിലുള്ള അത് നിങ്ങൾ കഴിഞ്ഞ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇത് ഉണ്ടാവാം. പിന്നെ വ്യാകരണ ഭാഗങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു യൂണിറ്റിലേക്ക് നമുക്കിപ്പോ ആഴ്ചയിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പൊ 1ാമത്തെ യൂണിറ്റില് മനുഷ്യ സഹജമായ സ്നേഹം അല്ലെ, സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് അല്ലെ. ഇന്നത്തെ ദിവസത്തിന് തന്നെ ഒരു പ്രത്യേകത. ഇന്ന് ജൂലൈ 30 എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഡേ. വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ല. അത് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് ലോക പിന്നെ സൗഹൃദ ദിനമാണ്. അപ്പൊ നമ്മൾ പഠിച്ച 1ാമത്തെ ലെസണിൽ 2 കുട്ടികളുടെ ബേലയുടെയും സാഹിലിന്റെയും സൗഹൃദം, അവരുടെ സ്നേഹം, അവരുടെ ഐക്യം ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ കണ്ടത്. 2ാമത്തേത് തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള ആ ഒരു പിന്നെ സഹാനുഭൂതി, മനുഷ്യനോട് കാണിക്കുന്ന മനുഷ്യത്വം, ഇതൊക്കെയായിരുന്നു അത്. 3ാമത്തേതിലും നമ്മൾ ഒരു മനുഷ്യനെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്ന ഒരു തത്വമാണ് 3ാമത്തെ ലെസണിൽ കണ്ടത്. ഇനി നമ്മൾ ഈ യൂണിറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത യൂണിറ്റ് വേറെ മേഖലയായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവും. വേറെ മേഖല. സ്നേഹം കഴിഞ്ഞു. ഇനി അടുത്ത എന്തായിരുന്നു? നമുക്ക് നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ 31ാമത്തെ പേജ്, 32ലാണ് നമ്മളെ ലെസൺ ആരംഭിക്കുന്നത്. 31ാമത്തെ പേജിലേക്ക് യെസ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം.
എങ്ങനെ ഫോർത്ത് ചാപ്റ്റർ ബണ്ടി ചാപ്റ്റർ എടുക്കുന്നില്ല. ഒരാൾ പറയും മക്കളെ. സാറെ ബണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ മനസ്സിലാകുന്നില്ല മാഷി ബണ്ടി പറഞ്ഞ ചാപ്റ്റർ സാർ എടുക്കുന്നില്ലേ? ബണ്ടി അത് ശരിയാണ്. മനസ്സിലായി. ഇതിന്റെ അകത്ത് ഒരു പാഠമുണ്ട് അല്ലെ? എന്തായിരുന്നു? ഓക്കെ മനസ്സിലായി. ഒരു ബണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതല്ല നിങ്ങൾ പറഞ്ഞേ? അതെ സാർ. ഞാനത് ചെയ്തിട്ട് പോയി. അതിനെന്താ കാരണം അറിയോ? നമ്മൾ ഓരോ യൂണിറ്റിലും ഓരോ ലെസൺ എന്ന് പറയുന്നത് എക്സ്ട്രാ റീഡിങ് തന്നതാണ്. നിങ്ങൾ ബണ്ടി എന്ന് പറയുന്ന പാഠഭാഗം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും മേലെ കാണാം അതിരിക്ത് വാചൻ കേലിയെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഉണ്ടോ നോക്കി ഒന്ന്. അതിരിക്ത് വാചൻ എന്ന് പറഞ്ഞാൽ അധിക വായനക്കുള്ളതാണ്. അതായത് ഈ കഥ ഈ യൂണിറ്റില് പ്രതിപാദിച്ചിരിക്കുന്ന ഈ സ്നേഹം, സാഹോദര്യം, മനുഷ്യ സഹജമായിട്ടുള്ള അതൊക്കെ പറഞ്ഞല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മള് ഒരധിക വായനക്കുള്ള ഒരു സാമഗ്രിയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബണ്ടി എന്ന് പറഞ്ഞാൽ ബണ്ടി ഒരു ചെറിയ ഒരു കുട്ടിയുടെ പേരാണ്. അപ്പൊ ആ കുട്ടിക്ക് അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസും, അതായത് പരീക്ഷാ സംബന്ധമായി എക്സാം ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യവും ഈ ബണ്ടിയിൽ നിന്ന് ചോദിക്കുന്നതല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് പറയാൻ വിട്ടുപോയതാണ്. ബണ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷ എന്നിട്ടുള്ള ഒരു സംഗതികൾ ഉണ്ടാവില്ല, ഒന്നും തന്നെ ചോദിക്കില്ല. പക്ഷെ അത് വായിച്ചു നോക്കാറില്ല. ബണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു വെറുതെ എന്റെ കഥ മാത്രം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുക. ഒരു ബണ്ടി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരാന്ന് ഞാൻ പറഞ്ഞു. അവനും അവന്റെ അമ്മയുടെയും ഉള്ള ലോകമാണ്. അവന്റെ അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. പക്ഷെ ഇവൻ അമ്മയിൽ നിന്ന് അല്പം സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. കുട്ടികൾക്ക് സ്നേഹം വേണം. അപ്പൊ ആ അമ്മ അണിഞ്ഞൊരുങ്ങിയിട്ട് കോളേജിലേക്ക് പോകുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അമ്മ ഒരു റൂമിൽ കയറി വാതിലടിച്ച് പുറത്തേക്ക് വരുമ്പം വേറൊരു അമ്മേനെയാണ് കാണുന്നത്. കാരണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു പുതിയ ഒരു വ്യക്തിയായിട്ടാണ്. ആ അമ്മേനെ ഇവന് ഇഷ്ടമല്ല. അപ്പൊ ഇവന് വീട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് ആയനെയൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയുടെ സ്നേഹം പോലും കിട്ടില്ല. അവനെങ്ങനെ അമ്മ കോളേജിലേക്ക് പോകുമ്പം ഗേറ്റ് വരെ പോയിട്ട് അമ്മേനെ നോക്കിയൊക്കെ നിൽക്കും. അമ്മ റോഡ് കടക്കുന്നവരെ നോക്കും. അടുത്ത് തന്നെയാണ്, നടന്നിട്ട് പോകുന്ന സ്ഥലമാണ്. പക്ഷെ അമ്മ അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ലോകം മാറും. അപ്പോ ഒരിക്കലും ഇവന് അമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ച സ്നേഹം കിട്ടാത്ത ഒരവസ്ഥയാണ്. ചില സമയങ്ങളിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. സ്കൂൾ ലീവാകുന്ന സമയത്ത് അമ്മ അവനെയും കൊണ്ടുപോകാറുണ്ട്. അവനെയാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ പ്രിൻസിപ്പാളിന്റെ മകൻ എന്ന രീതിയിലാണ് എല്ലാവരും കാണുക. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ തന്നെ പ്രത്യേക ടേബിളും ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനൊരു പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കും. പക്ഷെ അമ്മ അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മ പ്രിൻസിപ്പാളാണ്. ഫയലുകളുടെ കൂമ്പാരങ്ങളുടെ ഇടയിലാണ് അമ്മ ഉണ്ടാകുക. അപ്പൊ അവനെ സ്നേഹിക്കാൻ അമ്മേന്റെ കാര്യം നോക്കാനൊന്നും അമ്മ. അങ്ങനെ അവൻ ഒരിക്കലും പിന്നീട് ഈ അമ്മയുടെ കൂടെ പോവാറൊന്നുമില്ല. ഇങ്ങനെയുള്ളൊരു കുട്ടിയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കുട്ടിയായ ബണ്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അത് തൽക്കാലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം നമുക്ക് അർത്ഥം അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്കത് പാഠഭാഗം അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ ലെസണിലും ഉണ്ട് കേട്ടോ. നമുക്ക് 5 ഓരോ യൂണിറ്റിലും ഇതുപോലുള്ള ലെസൺസ്. അത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് അത്ര കാര്യമായിട്ട് ഇല്ല. ഒരു അതിരിക്ത് വാചനായതുകൊണ്ട് അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് ഞാൻ പറഞ്ഞ 31 പുതിയ യൂണിറ്റിലേക്ക് പോവാണ്. പുതിയ യൂണിറ്റാണ്. നോക്കാം. പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ?
അവിടെ ഒരു പിക്ചർ ഉണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രമുണ്ട്. ആരുണ്ട്? നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. അബ്ദുൽ കലാം. ആരാള്? അബ്ദുൽ കലാം. അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ, അബ്ദുൽ കലാം എന്ന് മാത്രം ഡോക്ടർ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ ആരായിരുന്നു അദ്ദേഹം? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെ, രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഏറ്റവും ഉയർന്ന പദവി. ആ പദവിയിലെത്തിയ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ APJ അല്ലെ, അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്ന നമ്മുടെ അബ്ദുൽ കലാം. വേറെ ഒരുപാട് വിശേഷണങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എന്താ വേറെ എങ്ങനെയാ അറിയപ്പെടുന്നത്? നമ്മളെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനാണ്. പിന്നെ അദ്ദേഹം എവിടുത്തുകാരനാണ്? മദ്രാസ്. തമിഴ്നാടാണ്. പണ്ട് മദ്രാസ് എന്നായിരുന്നു സ്റ്റേറ്റിന്റെ പേര്, പക്ഷെ അത് മാറ്റിയിട്ട് തമിഴ്നാട് സ്റ്റേറ്റ്. അതായത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് അല്ലെ. അദ്ദേഹത്തിന്റെ സ്ഥലം അറിയാം നിങ്ങൾക്ക്? APJ അബ്ദുൽ കലാമിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം പ്രസിദ്ധമായ സ്ഥലമാണ് അല്ലെ. രാമേശ്വരം ശിവക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ വളരെ ഐക്യത്തോടു കൂടിയിട്ട് ജനങ്ങൾ താമസിച്ചിരുന്ന കാലം. ജൈനുൽ അബ്ദീൻ അച്ഛന്റെ പേരാണ്. വിദ്യാഭ്യാസമൊന്നുമില്ല. അമ്മ ആഷിയമ്മ, സ്കൂളിലൊന്നും പോയിട്ടില്ല, ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് കുറെ മക്കളിൽ നിന്ന് അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു സിറ്റുവേഷനിൽ പഠിച്ച് വളർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ വ്യക്തിയാണ് അല്ലെ. കഴിഞ്ഞ ദിവസമായിരുന്നു APJയുടെ അല്ലെ ഓർമ്മ ദിനമായിട്ട് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചിത്രം കണ്ടു, കലാമിന്റെ ചിത്രമുണ്ട്. കലാം എന്താണ് ചെയ്യുന്ന ചിത്രത്തിൽ? കലാം ഭാഷൺ, സ്പീച്ച് എന്നുള്ളത് നമ്മൾ ഹിന്ദിയിൽ പറയും ഭാഷൺ എന്നാണ്. കലാം ഭാഷൺ ദേത്തെ. ഭാഷൺ എന്ന് പറഞ്ഞാല് സ്പീച്ച്, നിങ്ങൾ നേരത്തെ പറഞ്ഞു, പ്രസംഗിക്കുകയാണ് അല്ലെ. ഇപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒരു പ്രത്യേക ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ് ആയിരിക്കും. ചിലപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ട ആൾ. രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഏതാണെന്ന് അറിയുന്നത്? രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ബട്ട് പ്രസിഡന്റ്, നമ്മളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു ചടങ്ങ് ഏതാണ്? സ്വാതന്ത്ര്യ ദിനമാണ്. ഇതിപ്പോ വരാൻ വേണ്ടി പോവാണ് അല്ലെ. 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ ദിനമാണ്. അതിലെ മുഖ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് എപ്പോഴാണ്? നമ്മുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26. അന്നത്തെ പ്രധാനിയായിട്ടുള്ള വ്യക്തി രാഷ്ട്രപതിയായി. അപ്പൊ എന്തോ ആയിരുന്നു, രാഷ്ട്രപതി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. APJ അബ്ദുൽ കലാം എന്ന നമ്മുടെ ഭൂതപൂർവ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി, അദ്ദേഹം भाषण देते हैं. कई लोग उनके भाषण सुनने के लिए वहां इकट्ठे हुए हैं. ധാരാളം പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇക്കട്ടെ ഹുയല്ല, അവിടെ തടിച്ചുകൂടി. और एक लड़का भी है उस चित्र में അല്ലെ. ഒരു കുട്ടി, ഒരു കുട്ടിയുടെ ചിത്രമില്ലേ, കുറച്ച് ദൂരെയായിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ടല്ലോ ചിത്രത്തിൽ. നോക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി എന്തോ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു വട്ടം പോയിട്ട് വിട്ടിട്ടുണ്ട്. അവനിങ്ങനെ ആലോചിക്കുകയാണ്, ഇതാരാണപ്പാ,
എന്ന രീതിയിൽ ചിന്തിക്കുന്നു. ഇതാണ് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു മിസൈലിന്റെ ചിത്രമുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ലംബെ ബാലാണ്. ലംബെ ബാലോബാല വ്യക്തിയാണ്. ബാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുടിയാണ്, നീണ്ട മുടിയാണ്. 2 ഭാഗത്തേക്കായിട്ട് നീണ്ട മുടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ APJ അബ്ദുൽ കലാം. പക്ഷെ ആ കുട്ടി എന്ന് പറയുന്നവൻ അവൻ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആരാണെന്ന് പോലും അവൻ അറിയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ അവൻ ചിന്തിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. പിന്നെ അങ്ങനെ നമ്മള് കുറെ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള ഒരു ചടങ്ങിന്റെ ചിത്രമാണ്. ഇതിന്റെ നേരെ താഴെയായിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയട്ടെ. ഹർ കല പ്രകൃതി കി നക്കൽ. കല കൈ പ്രകാർ കി കലായെ. നമ്മുടെ സമൂഹത്തില് ഒരുപാട് കലകളുണ്ട്. ഏതെങ്കിലും ഒരു കലയെ കുറിച്ച് നിന്നോണ്ട് പറഞ്ഞു. ധാരാളം കലകളുണ്ട് നമ്മളെ ഈ സമൂഹത്തിൽ. കലാകാരന്മാര് പറയില്ല നമ്മള്. ഒരു കല ഒന്ന് ഞാൻ പറയാം, ചിത്രകല. ഇവിടെ എഴുതാം. എന്താണ് ചിത്രകല എന്ന് പറയുന്നത്? ഒരു പ്രധാനപ്പെട്ട കലയാണ്. അതുപോലെ വേറൊരു കല പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് രവിവർമ്മ, രാജാ രവിവർമ്മനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. രാജാ രവിവർമ്മ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രകല അല്ലെ? ചിത്രകല. വേറൊരു കലയെ കുറിച്ച് പറയുന്നു, ശില്പകല. ശില്പകല. എന്താണ് ശില്പകല? അല്ലെ? ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ശില്പകലയിൽ സംഗീതകല. നമ്മൾ ശില്പകലയില് സംഗീതകല. വെരി ഗുഡ്. സംഗീതകല. സംഗീതം. നൃത്തം. പിന്നെ നൃത്തകല. നൃത്യകല. നമ്മൾ മോഹൻലാലൊക്കെ വരുന്നത് ഏത് കലയിലാണ്? അഭിനയം. ഗുഡ്. അഭിനയകല. അപ്പൊ നമുക്ക് ഒരുപാട് കലകളുണ്ട്. അനുകരണം കല. ഇല്ല, അനുകരണം ഒരു കലയാണ്. അതിനെന്താ നമ്മൾ പറയും? അനുകരണ കല. മിമിക്രി. मिमिक्री અને अनुकरण कला. इस प्रकार यहाँ अनेक कलाएं हैं. ധാരാളം കലകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി പറയുന്നത് എന്താ അറിയോ? ഹർ കല. हम 3 से 5 कलाओं के नाम तो मैंने यहाँ लिखे हैं. 4-5 കലകളുടെ പേര് എഴുതിയിട്ട് जो भी कला, ഏത് കലയും ആയിക്കോട്ടെ, ഹർ കല പ്രകൃതിക്ക് നക്കൽ ഹെ. പ്രകൃതിയുടെ നക്കലാണ്. നക്കൽ കർണ. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? നക്കൽ കർണ. നക്കൽ കർണ നമ്മൾ മറ്റൊരു നോക്കിയിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അനുകരിക്കുക, അല്ലെങ്കിൽ കോപ്പി. അല്ലേ? ഇവിടെ परीक्षा हॉल में कुछ छात्र ऐसा क्या करते हैं कि दूसरों का नकल करते हैं. മറ്റുള്ളവർ നോക്കിയിട്ട് കോപ്പി അല്ല കോപ്പി അടിക്കും. तो नकल करके पास होने से बेहतर क्या है? നമ്മള് നക്കൽ करके पास होना എന്നർത്ഥം കോപ്പി അടിച്ചിട്ട് പാസ്സാകുന്നതിനെക്കാട്ടിലും നല്ലത് ഹാർ യാനി പരാജിത് ഹോന അച്ഛാ എന്ന്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ എബ്രഹാം ലിങ്കന്റെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിങ്കൻ മകന്റെ ക്ലാസ് ടീച്ചർ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, എന്റെ മോനെ അങ്ങനെ പഠിപ്പിക്കണം, പിന്നെ അവനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതായത് നക്കൽ കർക്കെ പാസ് ഹോനെ സെ ഹാർ ജാന ബെഹത്തർ എന്ന് പഠിപ്പിക്കണം. അപ്പോ നക്കൽ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക, അല്ലെങ്കിൽ അത് അതേപടി
പകർത്തുക, കോപ്പി അടിക്കുക. ഇവിടെ ജിത്നി കലായെ ഹെ സാരി കി സാരി കലായെ ഇസ് പ്രകൃതി കാ നക്കൽ ഹെ. പ്രകൃതിയുടെ അനുകരണമാണ്. സാരി കലായെ പ്രകൃതി സേ ജന്മ ഹുയി ഹെ. എല്ലാ കലകളും പ്രകൃതിയിൽ നിന്ന് ജന്മം കൊണ്ടതാണ്. പ്രകൃതിയുടെ എന്താണെന്ന് പറയുന്നത് അനുകരണമാണ് എല്ലാ. അപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഈ അഭിനയ കല എന്ന് പറയുന്ന കലയെ കുറിച്ചിട്ടാണ്. അഭിനയ കല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കലയുണ്ട്. അത് ഏത് കലയാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല സിനിമയാണ്, അല്ലെ? അഭിനയ കലയിൽ സിനിമയുണ്ട്, നാടകമുണ്ട്, മറ്റു പല സംഭവമുണ്ട്. അതില് സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് സിനിമ. നമ്മൾ എത്ര സിനിമ ഉണ്ടെങ്കിൽ കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കല, സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷെ ആദ്യം പറയുന്ന ഇതാണ്, ഹർ കല പ്രകൃതിക്ക്. ഇപ്പൊ ഭാഷണമാണ്. ഭാഷണ പ്രസംഗം, അതൊരു കലയാണ്, അല്ലെ? പ്രസംഗം എന്നുള്ള ഒരു വാചകം പഠിക്കാൻ കലയാണ്. പാചകം, അല്ലെ? ഭക്ഷണം ഉണ്ടാക്കുക, അതൊരു കലയാണ്. ടീച്ചിങ്, പഠിപ്പിക്കുക, അതൊരു കലയാണ്. അങ്ങനെ എല്ലാ കലകളും പ്രകൃതിയുടെ ഒരു എന്താണ് നക്കലാണ്, പ്രകൃതിയുടെ ഒരു പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, അനുകരണമാണ് എന്നാണ് ആദ്യം ഇത് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അഭിനയ കലയിലേക്ക് പോവാണ്. ഓക്കെ, ഇനി അടുത്ത 32ാമത്തെ പേജിലേക്ക് പോയാൽ 32 പേജ് നമ്പർ 32. അതില് അവിടെ ഹെഡിങ് ഒന്ന് വായിക്കൂ. ഹെഡിങ് വായിക്കൂ. I am कलाम के बहाने. ഒന്നുകൂടി വായിക്കൂ. I am कलाम के बहाने. അപ്പൊ അതിന് ഇങ്ങനെ വായിക്കുന്നത് എന്താ വായിക്കുക? അയ. അത് ഇംഗ്ലീഷിൽ ഹിന്ദി ആക്കിയപ്പോ അങ്ങനെയാണ്. അപ്പൊ അയാം, ഐ എന്നുള്ളത് നമുക്ക് അയാം. പിന്നെന്താ പറഞ്ഞത്? കലാം കെ ബഹാനെ. അയാം. നോക്കുക, നിങ്ങൾ ആദ്യം ഒരു ബാർകോഡ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്കാനർ ഉണ്ടാവില്ലേ ഫോണില്? ഉണ്ടോ? ഫോണിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു കഴിഞ്ഞാല് കിട്ടും അത്. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സിനിമയുടെ പേരാണ് അയാം കലാം. അയാം കലാം എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കുറവായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ആ സിനിമ കാണാം. അയാം കലാം എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഈ പാഠത്തിന് വേറൊരു പേരെ കൊടുത്തിരിക്കുന്നത്, അയാം കലാം കെ ബഹാനെ. അയാം കലാം കെ ബഹാനെ എന്ന് പറയുമ്പോൾ ഞാനും കലാമിനെ പോലെ ഇതിലർത്ഥം. മൈ ബി കലാം ജയ്സ. എനിക്കൊന്ന് കലാമിനെ പോലെ ആവണം. കലാമിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ഉയർന്ന സ്ഥാനത്തെത്തുക, അല്ലെ? വലിയ അംഗീകാരം നേടിക്കൊണ്ട്. ഞാൻ അത് ആദ്യം പറഞ്ഞത്, നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പരമോന്നത പദവി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ്. അപ്പൊ ഞാനും ഈ കുട്ടി, നേരത്തെ നമ്മൾ അപ്പുറത്തെ പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നില്ലേ, ഞാനും ഇയാളെ പോലെ അല്ലെങ്കിൽ കലാമിനെ പോലെ എനിക്കും ആവണം എന്ന് പറയാം. കലാമിനെ പോലെ ആകുക എന്ന് പറഞ്ഞാല് കലാമിനെ ആവാൻ പറ്റുള്ളൂ. പക്ഷെ കലാമിനെ പോലെ ഉയരങ്ങളിലേക്ക്, അല്ലെ, ഉയരങ്ങളിലേക്ക് എത്തണം എന്ന ഒരു ചിന്താഗതിയാണ്. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളാണ്. ഇത് എന്താന്ന് പറഞ്ഞാൽ ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു അയാം കലാം. ഇത് ആരുടെ സിനിമയാണ് എന്ന് പറഞ്ഞാൽ സംവിധായകനാരാണ്? അതിന്റെ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ചത് ഒരാളാണ്. മിഹിർ.
മിഹിർ അല്ല. നിങ്ങൾക്ക് അത് പറയാൻ ഞാൻ നിങ്ങളെ ഇപ്പൊ 32 34ാമത്തെ പേജ് നിർത്തുന്നത്. 34. ഞാനിത് പാഠം തുടങ്ങുന്നതിന് മുമ്പേ പാഠത്തിന്റെ പകുതിയിലേക്ക് പോകണം. 34ാമത്തെ പേജ് എടുത്തില്ലേ? അതില് 2ാമത്തെ പേര് ഒരാളെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ മഹാപാണ്ഡ. എന്താ പേര്? നീൽ മാധവ് പാണ്ഡെ. അതിന്റെ അവര് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ കലാകാരന്മാരെയും അറിയപ്പെടുന്ന വലിയ പിന്നെ ഫിലിം സ്റ്റാറുകളെയും അങ്ങനെ വെച്ചിട്ടൊന്നുമല്ല. സാധാരണ ഒരു 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 പിന്നെ ചെറിയ സിനിമ, ഒരു ഡോക്യുമെന്ററി പോലത്തെ ഒരു സിനിമയാണ്. ആ സിനിമ ചെയ്തത് ആരാണ്? നീൽ മാധവ് പാണ്ഡെ. ഇദ്ദേഹത്തിന്റെ സിനിമ. ഈ സിനിമ കണ്ടു. കിസ്നെ ആരാ കണ്ടെന്നറിയോ? ഇതിന് സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ, അതായത് കണ്ട വ്യക്തി, ഇപ്പൊ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ എന്തൊക്കെ അതില് മെറിറ്റുകളും ഡീമെറിറ്റുകളും ഉണ്ടോ, അതിനെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിനെ കുറിച്ച് എന്റേതായ കാഴ്ചപ്പാടിലൂടെ ഞാൻ ഒരു സിനിമയെ കുറിച്ച് എഴുതും. എന്തായിരിക്കും പറയാൻ? സിനിമ കണ്ടതിന് ശേഷം എഴുതുന്ന സംഭവത്തിന് ഒരു പേരില്ല. എന്താണ്? സിനിമ സമ്മറി എന്നല്ലേ? സിനിമ നമ്മളെ അഭിപ്രായം കൂടി അല്ലേ രേഖപ്പെടുത്തും. പക്ഷെ അതങ്ങനെ പോരായിരുന്നു, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. അല്ല പിന്നെ നായികയുടെ സമയത്ത് നമ്മള് ഒരു അഭിപ്രായം പറയാം. നമ്മൾ ചിലപ്പോൾ ചില കഥയൊക്കെ വായിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മള് ഇങ്ങനെ തിരക്കഥയല്ല, തിരക്കഥ പിന്നെ അത് ഉണ്ടാക്കുന്നത്. അല്ല, തിരക്കഥ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടാക്കുന്നതല്ല. നമ്മൾ സിനിമക്ക് മുമ്പേ തിരക്കഥ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു സിനിമ പോയിട്ട് കണ്ടു എന്ന് വിചാരിച്ചോ. ഏതെങ്കിലും ഒരു സിനിമ കണ്ടു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമയുടെ പേരെന്ന് പറയാമോ? ഞാൻ ഇപ്പോ ഏതെങ്കിലും ഒരു സിനിമ മാലിക്. മാലിക് എന്ന് പറഞ്ഞ അർത്ഥം ഹിന്ദി വേർഡാണ് മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ ഓണം അല്ലേ? മാലിക്. ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ട് വീട്ടിലെത്തി, എന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തം സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ എഴുതി നമ്മളതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചേർത്ത് ഇത് ഇത്രയായിരുന്നെങ്കിൽ കുറച്ച് നന്നായേനെ, അല്ലെങ്കിൽ ഇന്ന ഭാഗം വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന, കഥ വായിച്ചിട്ട് എഴുതാറുണ്ട്, നോവൽ വായിച്ചിട്ടൊക്കെ ആൾക്കാർ അങ്ങനെ എഴുതാറുണ്ട്. അതിനെന്താ പറയാ നമ്മള്? സിനിമ നിരൂപണം എന്നാ പറയാ. നിരൂപണം നടത്താം. നമുക്കതിനെ വിമർശിച്ചുകൊണ്ടും വിമർശിക്കാതെ നല്ല കാര്യങ്ങൾ അതുപോലെ പ്രതിപാദിച്ചുകൊണ്ടും ചെയ്യും. അതിനാണെന്ന് പറയാ സിനിമ നിരൂപണം. ഇപ്പൊ നമ്മള് ഈ പാഠത്തിൽ നോക്കിയാൽ കാണാം ഇപ്പുറത്തെ ഭാഗത്ത് പിന്നെ ഫിൽമി ലേഖ് ഇല്ലേ? ഫിൽമി ലേഖ് എന്നുണ്ടാവും. റെഡിങ്കിൽ ഇങ്ങനെ ഫിൽമി ലേഖ് എന്ന് കൊടുത്തിട്ടില്ലേ? നോക്കിയേ 32ാം പേജിൽ ഫിൽമി ലേഖ്. അപ്പൊ നമുക്കിത് ഏത് വിധയിൽ വരുന്നതാണ്? ഓരോന്നിനും ഓരോ വിധയുണ്ട്. വിധ എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ച് ഉണ്ട്. ഇത് ഫിൽമി ലേഖാണ്. ഈ ഫിൽമി ലേഖ് എന്നുള്ളതിന് വേറൊരു പേരും കൂടി പറയാറുണ്ട്. അത് ഒന്ന് അതിന്റെ അടുത്ത് പെൻസിലിനെ കൊണ്ട് നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. അതായത് സമീക്ഷ എന്ന് കൂടി പറയും. ഫിൽമി സമീക്ഷ. സമീക്ഷ എന്ന് പറഞ്ഞാൽ നിരൂപണം. നമ്മള് ഒരു ക്രിറ്റിസിസം നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിരൂപണം. അപ്പൊ ഈ പാഠം എന്ന് പറയുന്നത് ഒരു സിനിമ കണ്ടതിന് ശേഷമുള്ള ആ സിനിമയുടെ നിരൂപണമാണ്. സിനിമയെ കുറിച്ചിട്ടുള്ള ഒരാളുടെ കാഴ്ചപ്പാടാണ്. ആരാണ് ഇത് എഴുതിയത്? ഒരാളെ പേര് കൊടുത്തിട്ടുണ്ട്. മാഹിറല്ല, മിഹിർ. മിഹിർ. മിഹിർ പാണ്ഡെ എന്നാണ്. മിഹിർ പാണ്ഡെ.
മിഹിർ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ഈ മിഹിർ എന്ന അദ്ദേഹം എഴുത്തുകാരനാണ്. ഹിന്ദിയിലെ ഒരു പ്രത്യേകിച്ചിട്ട് ഈ സഞ്ചാര സാഹിത്യകാരനാണ് അയാൾ. സഞ്ചാര സാഹിത്യകാരൻ മലയാളത്തിലുണ്ട്. പല സ്ഥലങ്ങളിലും പിന്നെ പല സ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം അവിടുത്തെ വിഷയങ്ങൾ നല്ല സാഹിത്യ ഭാഷയിൽ പ്രതിപാദിക്കുന്ന സഞ്ചാര സാഹിത്യകാരൻ. ഇപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനുണ്ടല്ലോ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇപ്പൊ അദ്ദേഹം അങ്ങനെ പിന്നെ എയറിലേക്ക് പോകുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര. ഇല്ല, പല സ്ഥലങ്ങളിലും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എത്രയോ അതിനൊരു യാത്രാ വിവരണം എന്നാണ് പറയാം. ഒരുപാട് യാത്രാ വിവരണങ്ങളുണ്ട്. നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിലും ഇത് വായിച്ചു നോക്കി ഏകദേശം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിൽ അതിന് യാത്രാ വിവരണം എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനാണ് ഹിന്ദിയിലെ മിഹിർ പാണ്ഡെ. പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോ ആ യാത്രയിൽ അവിടുത്തെ സംഭവങ്ങളെ കുറിച്ചിട്ട് ഇത് സഞ്ചാര സാഹിത്യമല്ല, പക്ഷെ ഇതെന്താണ്, ഫിൽമി ലേഖ, ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു നിരൂപണമാണ്. ഫിൽമി ലേഖ എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് സിനിമ കണ്ടത്. ഇപ്പോ കിസ്നെ അയാം കലാം നാമക് ഫിലിം ദേഖി, ഈ ആരാണ് ഈ ഫിലിം കണ്ടത്? മിഹിർ പാണ്ഡെയുടെ ലേഖ കേട്ടോ. സിനിമ ആരാ കണ്ടത്? ഈ ഫിലിം ആര് കണ്ടു? മിഹിർ പാണ്ഡെ കണ്ടു. കണ്ടിട്ട് ഇദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ ഇദ്ദേഹത്തിന് ഈ സിനിമയിലെ അതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം തന്റെ ജീവിതവുമായിട്ട് അതിന് എന്തോ ഒരു റിലേഷൻ, ബന്ധം, റിസ്ത ഉണ്ട് എന്ന് തോന്നി. അദ്ദേഹം സിനിമ കാണാൻ പോയത് 2011 മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് അയാം കലാം. ആ സിനിമ കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന് തന്റെ ജീവിത അനുഭവങ്ങൾ ഓർമ്മ വരികയാണ്. ഈ പാഠത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സിനിമ കണ്ടതിന് ശേഷം തന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. പിന്നെ സിനിമയുടെ കഥ. ഈ സിനിമയുടെ കഥയും ഇദ്ദേഹത്തിന്റെ കഥയും ഒരുപാട് സാമ്യതകളുണ്ട്, സമാനതായുണ്ട്. അതുകൊണ്ടാണ് മിഹിർ പാണ്ഡെ നമ്മുടെ മുമ്പിൽ ഒരു ഫിൽമി ലേഖ വരച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, സിനിമ കണ്ടതിന് ശേഷം മിഹിറിന് തന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പേ ഞാനിത് പറയുന്നത്. സിനിമയ്ക്ക് പാഠത്തിന് 2 പാർട്ട്. ഒന്ന്, സിനിമ കഥ അതേപോലെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. 2, സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിന്റെ അല്ലെങ്കിൽ അയാള് സ്കൂൾ ജീവിതം അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. സ്കൂൾ പഠിച്ച് അത് പഠിപ്പെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഹിന്ദിയിലെ ഒരു എഴുത്തുകാരനായി മാറി. പ്രധാനമായും അദ്ദേഹത്തിന് എന്തുണ്ട്, ഇതുപോലുള്ള യാത്രാ വിവരണങ്ങളാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത് മിഹിർ പാണ്ഡെ. അദ്ദേഹത്തിന്റെ ഒരു പാഠമാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. സിനിമ കണ്ടു, ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സിനിമ കണ്ടതിന് ശേഷം ഓർമ്മ വരുന്നതാണ്. गांव के स्कूल में मेरा एक साथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. लुक, LOO के लुक यानी लुक के देखना. അതുവരെ പറഞ്ഞു അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരും. അതായത് മിഹിർ പാണ്ഡെനെ സിനിമ ദേഖാ പെഹലെ ബാർ, ആദ്യമായിട്ട് സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു കുട്ടിക്കാലം. സിനിമയിലും ഒരു കുട്ടിക്കാലം ഉണ്ട്. അവിടെ കുട്ടിക്കാലം സ്ട്രൈക്ക് ചെയ്തിട്ട് പറയാണ്, ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാഥി ഥാ മോർപാൽ. ആ പേര് നിങ്ങൾ മൈൻഡിൽ പതിയണം.
ഗ്രാമത്തിലെ നാട്ടുമ്പുറത്തെ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്. നമ്മുടെ ആരൊക്കെയാണ് ഒന്നാമത്തെ പാഠത്തിൽ ഉണ്ടായിരുന്നത്? അതായത് പ്രാइमरी വിദ്യാലയമാണ്. ഗ്രാമത്തിൽ വലിയ സ്കൂളൊന്നും ഉണ്ടാവില്ല, പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഗാവ് കെ സ്കൂളിനെ ഇവിടെ 4ാം ക്ലാസ് വരെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. LP അല്ലെ, ലോവർ പ്രൈമറി ആണ്. അപ്പൊ ഗാവ് കെ സ്കൂൾ മേരെ സാത്തി था. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരനാണ് അല്ലെ. ബേലയുടെ സാത്തിയാണ് സാഹിൽ. സാഹിലിന്റെ സഹേലിയാണ് ബേല. അപ്പൊ സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. മേരാ സാത്തി എന്നുണ്ട്. സാത്തി എന്ന് പറയുമ്പോ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ നോക്കിയാൽ മനസ്സിലാവും. സാത്തി पुल्लिंग स्त्रीलिंग. मेरा एक साथी था, मेरा साथी. मेरा बेंच पुल्लिंग. गांव के स्कूल में स्कूल पुल्लिंग आണോ സ്ത്രീലിംഗ ആണോ നോക്കിയാൽ നിങ്ങൾ? സ്കൂൾ പുല്ലിംഗം ബഹുവചനം. പുല്ലിംഗം തന്നെ, ബഹുവചനം. പുല്ലിംഗാണ് എന്തായാലും, സ്ത്രീലിംഗല്ല. ബഹുവചനം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പുറം മേ വന്നതുകൊണ്ടാണ് കെ എന്ന് വന്നത്. അപ്പൊ ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തി ഥാ മോർപാൽ. അപ്പോ കിസ്കാ സാത്തി ഥാ മോർപാൽ? മേരാ സാത്തി ना हो तो किसका साथी है? എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു. എന്റെ ഈ മാഷ ഇത് എഴുതി തരാം. മിഹിർ പാണ്ഡെ, മിഹിറിന്റെ കൂട്ടുകാരനാണ് പറയുന്നത്. മിഹിർ പറയുന്നു, ഈ സിനിമ കണ്ടതിന് ശേഷം ഗ്രാമത്തിലെ വിദ്യാലയത്തിലും സ്കൂളിൽ പള്ളിക്കൂടത്തില് എനിക്കൊരു കൂട്ടുകാരനുണ്ടായി. ഇങ്ങനെ ഓർമ്മിക്കാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇപ്പൊ വലിയ പിന്നെ ഒരുപാട് പ്രായമൊക്കെ ആയതിനു ശേഷമാണ് പഴയ പ്രൈമറി സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഓർമ്മിക്കാണ്. നിങ്ങളിപ്പോ കുറെ കഴിഞ്ഞിട്ട് ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് LP സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിലും ഓർക്കും. ഇല്ല ഓർക്കൊന്നുമില്ല. ഇല്ല കുറെ കഴിഞ്ഞാൽ നമ്മള് എല്ലാം വിസ്മൃതിയിലേക്ക് പോകും. പക്ഷെ ഈ മിഹിർ ആലോചിക്കാണ്, ഗാവ് കെ സ്കൂൾ മേരാ ഏക് സാത്തി ഥാ മോർപാൽ. എന്തുകൊണ്ടാ ഓർമ്മിക്കുന്നറിയോ? വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ. അതായത് ഇവരുടെ സ്കൂളില് അംഗ്രേസി സിഖാനെ കാ ഏക് മാസ്റ്റർ है. അംഗ്രേസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ്. ഞങ്ങളുടെ സ്കൂളിൽ प्राइमरी ക്ലാസ്സിലാണ്, ചെറിയ ക്ലാസ്സാണ്, വലിയ ക്ലാസ്സല്ല. गांव का विद्यालय है. तो उस विद्यालय में अंग्रेजी सिखाने वाले एक अध्यापक मास्टर जी थे. अध्यापक നമ്മള് बीरबहुटी गणित के एक कुमार साहब के बारे में हमने सुना था, सीखा था. ले क्या नाम था उसका? उनका नाम सुरेंद्र जी मठ साहब. सुरेंद्र जी मठ साहब. അദ്ദേഹം कैसा अध्यापक है? बड़ा क्रूर अध्यापक है. बच्चों से प्यार नहीं करते हैं और छोटी सी गलती देखने पर बच्चों को मारते थे, बच्चों को दंड देते थे. दंड ना रहे, शिक्षा, पनिशमेंट होता था. यहाँ अंग्रेजी मिहिर कहते हैं कि हमारे स्कूल में एक अंग्रेजी का मास्टर था, इंग्लिश अध्यापक. क्या नाम था? क्या नाम है उनका? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. തിവാരി. എന്തെങ്കിലും ഒരു പേരിന്റെ കൂടെ തിവാരി ഉണ്ടാവും. നമ്മൾ നമ്പ്യാർ ജി എന്നെല്ലാം പറയുന്നത് പോലെ, അപ്പോ അതിന് നായർ സാബ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തിവാരി ജി. ഇംഗ്ലീഷ് അധ്യാപകന്റെ പേര് കേട്ടു നിങ്ങൾ, തിവാരി ജി. അപ്പൊ അവർ വഹി മോർപാൽ, ആ എന്റെ കൂട്ടുകാരനായ മോർപാലാണ് अंग्रेजी के मास्टर तिवारी जी को लुक का मतलब एवं सही हिज्जे पूछे जाने पर बताया था. इसका मतलब है कि एक बार अंग्रेजी क्लास में तिवारी जी ने एक प्रश्न पूछा. इंग्लिश क्लास में इंग्लिश अध्यापक
തിവാരി മാഷ് ഒരു പ്രശ്നം മീൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താ അറിയോ? ചോദിച്ചത് ആരോടാണ്? മിഹിറിനോട് അല്ല ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? ഇദ്ദേഹം मोरपाल एक सिंपल एक सरल से सरल प्रश्न पूछा. कौन सा प्रश्न है? लुक का मतलब. लुक लुक എന്ന് പറയുന്നത് നമ്മൾ ലുക്ക് അവരോട് ചോദിച്ചു. मोरपाल लुक का मतलब क्या है और उसका सही हिज्जा क्या है? मतलब എന്ന് നമുക്കറിയാം. എന്താണ് मतलब? മീനിങ്. അർത്ഥം. എന്ത് ലുക്കിന്റെ അർത്ഥം എന്താണ്? പിന്നെയോ ലുക്ക് കാ ഹിജ്ജ ക്യാ ഹൈ? എന്തായിരിക്കും ഹിജ്ജ? സ്പെല്ലിംഗ് വേർഡ്സ് അല്ലെ? സ്പെല്ലിംഗ് ആണ്. ഹിന്ദിയിൽ വർത്തനി എന്ന് പറയും. വർത്തനി. അതിന്റെ വർത്തനി എന്താണ്? ലുക്ക് അവരുടെ സിമ്പിൾ ചോദ്യമല്ലേ? നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഇപ്പം പറയില്ലേ? ലുക്കിന്റെ ആദ്യം നിങ്ങൾ സ്പെല്ലിംഗ് പറയും. എൽ എന്താ സ്പെല്ലിംഗ്? LOOK. അതാണല്ലോ ലുക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? മത്തലബ് ക്യാ ഹൈ? എന്താണ് മത്തലബ്? ലുക്കിന്റെ മത്തലബ് നോട്ടം. ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞാൽ look here, look here. ഇവിടെ നോക്ക്, നോക്കുക അങ്ങനെ ലുക്ക്. ഇവരോട് നമ്മളെ മോർപാൽ എന്ന് പറയുന്ന ഒരു പേര് ഓർമ്മിക്കുക. മോരും പാലും രണ്ടും ഉണ്ട്. മോർപാൽ. മോർപാലിനോട് ചോദിച്ചു, മോർപാലെ ലുക്ക് കാ मतलब और सही हिज्जा क्या है? किसने पूछा? अंग्रेजी के मास्टर. मास्टर का नाम है तिवारी. तिवारी जी ने एक बार अंग्रेजी के क्लास में मोरपाल से पूछ लिया कि लुक का मतलब, और उस समय उसने क्या जवाब दिया? पूछे जाने पर तिवारी जी को बता दिया. പറഞ്ഞു കൊടുത്തു. എന്താണ് ആ അദ്ദേഹം പറഞ്ഞു? എന്നാണ് അവിടെ കൊടുത്തു നോക്കിയാൽ നിങ്ങൾ LOOK ലുക്ക് ഇങ്ങനെ പറയല്ലോ നമ്മള്. LOO look. यानी it means look के देखना. പക്ഷെ അവൻ പറഞ്ഞു കൊടുത്തത് നിങ്ങളാണ് പറയും ദേഖ്ന, പക്ഷെ ഇവൻ പറഞ്ഞത് ലുക്ക് കെ ദേഖ്ന. നോക്കൂ, ഇപ്പോഴും ആ സംഭവം നമ്മുടെ മിഹിർ ഓർമ്മിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. ഇപ്പോ കേരളത്തിന്റെ തലസ്ഥാനം 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് മാഷ് ചോദിച്ചു കേരളത്തിന്റെ തലസ്ഥാനം എന്താണ്? അവൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അതിപ്പോ ഓർമ്മിച്ചു വെക്കൊന്നുമില്ല. പക്ഷെ എന്തോ ഇതില് ഈ പറഞ്ഞതില് എന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഓർമ്മിക്കുന്നത്. മോർപാൽ പറഞ്ഞ ആൻസർ ആണ് ഇവൻ ഇപ്പൊ ഓർമ്മിക്കാൻ കാരണം. എന്താ പറഞ്ഞത്? ലുക്ക് കെ ദേഖ്ന. എന്റെ അർത്ഥം നിങ്ങൾക്ക് ലുക്കിന എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട് ഹിന്ദിയിൽ. ലുക്കിന എന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക എന്നൊരു അർത്ഥമുണ്ട്. നല്ല ശീലമല്ല ആണോ? ഈ ഒളിഞ്ഞു നോക്കുന്ന എത്തി നോക്കുന്ന നല്ല ശീലമല്ല. അപ്പോ മിഹിർ ക്ലാസ്സില് തിവാരി മാഷ് ഒരു ദിവസം ലുക്കിന്റെ സ്പെല്ലിങ്ങും അർത്ഥവും ചോദിച്ചപ്പോ LOOK ലുക്ക് അതൊക്കെ മാത്രമല്ല, അതിന്റെ അർത്ഥം പറഞ്ഞെടുത്തെന്താണ്? ലുക്ക് കെ ദേഖ്ന എന്നർത്ഥം ഒളിഞ്ഞൊളിഞ്ഞു നോക്കുക എന്ന് അർത്ഥം പറഞ്ഞ ഒരു കൂട്ടുകാരൻ എന്റെ ഗ്രാമത്തിലെ വിദ്യാലയത്തിലും ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്ത് സിനിമയിലും ഇതേപോലെ കഥാപാത്രം ഉണ്ടാവും. സിനിമയിലും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ പേര് അല്ലെങ്കിൽ ഇതുമായിട്ട് സാമ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ചോദിക്കുകയാണ്, പറയാണ് അത് എന്റെ ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ. ഇതെപ്പോഴാണ് എഴുതുന്നത് ഇദ്ദേഹം?
ഇത് സംഭവം പറയുന്നപ്പോഴാണ് സംഭവം ഈ മുഴുവൻ കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് എപ്പോഴാണെന്ന് എന്റെ ചോദ്യം. മുഴുവൻ കാര്യം ഓർമ്മിക്കുന്നത് സിനിമ ദേഖ്നെക്കെ ബാദ്, സിനിമ കണ്ടതിന് ശേഷമാണ് പറയുന്നത്. അപ്പം ഏകദേശം നിങ്ങൾക്ക് മോർപാലിന്റെ ഒരു രൂപം കിട്ടി. മോർപാൽ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒച്ചത്തിൽ പറഞ്ഞു ലുക്ക് ലുക്ക് കെ ദേഖ്ന, ഒളിഞ്ഞൊളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു. ക്ലാസ്സിൽ ഈ ഒളിഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഒരു തമാശയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇപ്പോഴും ഇവനെ ഓർക്കാൻ ഒരു കാരണം. വർഷങ്ങൾ കഴിഞ്ഞ് ചെറിയ സ്കൂളില് പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നാളായിരിക്കുന്നു. അതുകൊണ്ടാണ് ലുക്ക് കെ ദേഖ്ന എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്ത സെന്റൻസ് എന്താണ്, തുടക്കം എന്താണെന്ന് പറഞ്ഞേ, ലുക്ക് കെ ദേഖ്ന. പിന്നെ നാം കാ അതല്ലേ, नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हम दोनों के बैठने की जगह है साथ. ओके, എന്താ പറയുന്നത് നോക്കിയെങ്കിൽ, പിന്നെ പഴയ പ്രൈമറി സ്കൂളിലെ കഥയാണ് പറയുന്നത്, കാര്യമാണ് ഓർമ്മിക്കുന്നത്. നാം കാ പെഹല അക്ഷർ എന്താ അങ്ങനെ പറഞ്ഞാല്, നാം കാ പെഹല അക്ഷർ പേരിന്റെ ആദ്യാക്ഷരം. ഒരാൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആരുടെ? ഈ ഇപ്പൊ സിനിമ നിരൂപണം നടത്തുന്ന ആളുടെ പേരെന്താണ്? എന്താ പേര്? മിഹിർ പാണ്ഡെ. ഇതാണ് ആളുടെ പേര്, മിഹിർ. പഹല അക്ഷർ കോൺ സാ ഹൈ? ആദ്യാക്ഷരം ഏതാണ്? എം. മറ്റേ ചങ്ങന്റെ പേരെന്താണ്? മോർപാൽ. മോർപാൽ. അപ്പൊ നോക്കൂ, നാം കാ പെഹല അക്ഷർ മിൽനെ की वजह से, മിൽന ഒരുപോലെ ആവാം, തുല്യമായതുകൊണ്ട് അല്ലെ, രണ്ട് എം അല്ലേ, രണ്ട് എം കാരായതുകൊണ്ട് ക്ലാസ് की ദരി പട്ടി, ക്ലാസ്സില് പ്രൈമറി വിദ്യാലയമാണ്. അപ്പൊ നമ്മളൊക്കെ നല്ല ബെഞ്ചിലൊക്കെ ആയിരുന്നു ഉണ്ടാവുക, അല്ലെ ചെയറിൽ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ പണ്ടത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രൈമറി വിദ്യാലയത്തിൽ ഇരിക്കുന്നത് ദരിപ്പട്ടിയിലായിരിക്കുക. ഇങ്ങനെ ചാക്കോ അല്ലെങ്കിൽ പഴയ തുണിയൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക. അപ്പോ രണ്ടാമത് ഓർമ്മിക്കാൻ കാരണം അതാണ്, ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരുന്നത്. കാരണം അങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്? നാം കാ പെഹല അക്ഷർ മിൽനെ की वजह से, പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് ക്ലാസ് की ദരി പട്ടി पर, ക്ലാസ്സിലെ ദരിപ്പട്ടിയില്, ദരിപ്പട്ടി നേരത്തെ കാർപ്പറ്റിൽ, ഇരിപ്പിടത്തിൽ, ഹം ദോനോं के बैठने की जगह है, നമ്മൾ രണ്ടുപേരുടെയും ഇരിക്കുന്ന ഇരിപ്പിടം ജഗഹ സാത്ത് थी. ഇനി വീണ്ടും ചോദിക്കാണ്, वही मोरपाल जिसको मेरे खाने के डिब्बे में राजमा देखते ही बांजें खिल जाती थी. പിന്നെ ഓർമ്മിക്കുന്നത് എന്താ അറിയോ? വഹി മോർപാൽ, ഞാൻ ഇപ്പം പറഞ്ഞ അതേ മോർപാലില്ലേ, അതായത് ക്ലാസ്സിൽ വെച്ചിട്ട് ഈ ഇംഗ്ലീഷ് മാഷ് ചോദിച്ചപ്പോ രസകരമായ ആൻസർ പറഞ്ഞ, ക്ലാസ്സിലെ അടുത്തടുത്തിരിക്കുകയായിരുന്ന, പേരിന്റെ ആദ്യാക്ഷരം ഒരുപോലെ ആയതുകൊണ്ട് അടുത്തടുത്തിരുന്ന ആ മോർപാൽ, വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കെ ഡിബ്ബെ, എന്റെ ഖാനെ കെ ഡിബ്ബെ, ഖാനെ കാ ഡിബ്ബ എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സ് അല്ലെ. നമ്മൾ സാധാരണ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഖാന ലേനക്ക ജോ ബർത്തൻ ഹെ അല്ലെ, ഭക്ഷണം കൊണ്ടുപോകുന്ന ബർത്തൻ ഉണ്ട്, പാത്രം. അതിനെ നമ്മൾ എന്ത് പറയാ? ടിഫിൻ ബോക്സ് എന്ന് പറയും അല്ലെ, ചോറ്റുപാത്രം. എന്റെ ചോറ്റുപാത്രത്തിൽ, പണ്ടത്തെ കാര്യം ഒരുമിക്കാണ്, ഇവൻ ചോറ്റുപാത്രം കൊണ്ടുപോകുമ്പോ ആ ചോറ്റുപാത്രത്തിൽ രാജ്മാ ദേഖ്തേ ഹി ഉസ്കി ബാഞ്ചേं खिल जाती थी. എന്റെ ചോറ്റുപാത്രത്തിൽ അവൻ ഒരു ദിവസം രാജ്മ കണ്ടു. രാജ്മ, രാജ്മ പയർ, നമ്മള് ഒരു ഈ വൻപയർ എന്നെല്ലാം പറയുന്നുണ്ട് നമ്മള് അല്ലെ, ചെറുപയറ്, വൻപയറ്,
തുവര, ഉഴുന്ന് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ള കുറച്ച് വലിയൊരു പയറിന്റെ പേരാണ്. അതായത് വൻപയറിന്റെ ഒരു 3 മടങ്ങെങ്കിലും വലിപ്പം ഉണ്ടാവും. അതിനാണ് രാജ്മ. നമ്മൾ ഇവിടെയൊന്നും ഇപ്പം പിന്നെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ രാജ്മ കിട്ടും. അതായത് നമ്മളെ ഉത്തരേന്ത്യയിലൊക്കെ അവരുടെ ഭക്ഷണത്തിന്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പയറാണ്, രാജ്മ പയർ എന്ന് പറയും. അതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഈ നമ്മളെ കിഡ്നി ഇല്ലേ, കിഡ്നിയുടെ ആകൃതിയിലാണ്, കിഡ്നി പയർ എന്നുകൂടി എന്ന് പറയുന്നത്. പയറാണ്, ഒരു തരത്തിലുള്ള ഒരു തരം പയറാണ്. അപൂർവ സാധനമൊന്നുമല്ല കേട്ടോ, ഒരു സാധാരണ കോമൺ ഫുഡാണ്. പക്ഷെ ഈ നമ്മളെ മോർപ്പാൽ എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ, അവൻ ഇന്നേ വരെ ഈ സാധനം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓർമ്മിക്കുകയാണ്, എന്റെ നേരെ ടിഫിൻ ബോക്സിൽ എന്റെ ചോറ്റുപാത്രത്തിൽ രാജ്മ ദേഖ്തേഹി, ഈ രാജ്മ പയർ കണ്ടിട്ട് സന്തോഷം കൊണ്ട് മതിമറക്കുക. നമ്മൾ വേറെ എന്തെങ്കിലും മറ്റേ ചുറ്റുപാത്രത്തിൽ വേറെ എന്തെങ്കിലും ഐറ്റം, പ്രധാനപ്പെട്ട ഐറ്റം അല്ല, ഏതെങ്കിലും ചിക്കൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള പിന്നെ ഐറ്റംസ് എന്തെങ്കിലും കണ്ടിട്ട് അതിലെന്തെങ്കിലും പേരിലിട്ടിട്ട് അത് കണ്ടിട്ടാണ് അങ്ങനെ സന്തോഷം കൊണ്ട് മതി പറഞ്ഞു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ സാധാരണ ഭക്ഷണമായ രാജ്മ ദേഖ്തേഹി ബാഞ്ചേം ഖിൽ ജാതി, രാജ്മ പയർ കണ്ടിട്ട് സന്തോഷിച്ച അല്ലെങ്കിൽ അത്യധികം ആഹ്ലാദിച്ച ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ. എന്തുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഇത് കണ്ടിട്ട് ആഹ്ലാദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും കാരണം? ഇതാരും കൊണ്ടുവരാത്ത സാധനമൊന്നുമില്ല സ്കൂളിലേക്ക്. പക്ഷെ അവൻ അങ്ങനെ പിന്നെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്. എന്തായിരിക്കും കാരണം? ഓക്കെ, സന്തോഷിക്കാൻ കാരണം എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഇല്ല? നമ്മൾ മോർപ്പാല് രാജ്മ പയർ കണ്ടിട്ട്, രാജ്മ പയർ കറി അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് അങ്ങനെ മതിമറന്നു. എന്തായിരിക്കും അതിന് കാരണം? അതിന്റെ അർത്ഥം എന്താണ്? നിസ്സാരാണ്. അതായത് मोरपाल एक गरीब परिवार में पैदा हुआ बच्चा है, गरीबी के कारण उसके घर में राजमा जैसी चीज खरीदते नहीं. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അല്ലെ, അതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ ഇതുപോലുള്ള രാജ്മ പോലുള്ള പയർ ഇതുവരെ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് കറിയാക്കിയിട്ടോ ഉണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഈ രാജ്മ ഇവൻ കാണുന്നത്. അപ്പൊ ഇവൻ 2-3 കാര്യങ്ങളുണ്ട് ഇവനെ ഓർമ്മിപ്പിക്കാൻ. നമ്മുടെ മിഹിർ ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോർപ്പാലിനെ ഓർക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഒന്ന് ക്ലാസ്സിലെ തമാശയാണ്. ഏത് തമാശ? ക്ലാസ് എടുക്കുന്ന സമയത്ത് ലുക്കിന്റെ അർത്ഥം പറഞ്ഞപ്പോ അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞത് വേറെ രീതിയിലായിരുന്നു. പിന്നെ രണ്ടാൾക്കാൻ കാരണം പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ഒരുപോലെ ഉള്ളത് കൊണ്ട്, സെയിം ആൽഫബറ്റ് ആയതുകൊണ്ട് ക്ലാസ്സിലെ ദലീ പട്ടിയിൽ രണ്ടുപേരും രണ്ടുപേരും അടുത്തടുത്തായിരുന്നത്. നമ്മളിപ്പം ബേലയും സാഹിലും അടുത്തടുത്തിരുന്നത് അവരുടെ പിന്നെ പേരിന്റെ അക്ഷരങ്ങൾ ഒരുമിച്ചായതുകൊണ്ടല്ല. പക്ഷെ പണ്ടത്തെ ഒരു രീതിയിൽ ക്ലാസ്സിന്റെ ആൽഫബറ്റിക് ഓർഡറിൽ ക്ലാസ്സിൽ ഇരുത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവിടെ ദലീ പട്ടിയിൽ ഇരുന്നിരുന്നു. പിന്നെ രണ്ടാമത് ആലോചിക്കുന്ന കാര്യം എന്താണ്? എന്റെ ടിഫിൻ ബോക്സിൽ ചുറ്റുപാത്രത്തിൽ രാജ്മ പയർ കണ്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ഒരു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം ഇതുവരെ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കുന്ന നമ്മൾ പറയുന്നത് ഹമാര സൗദാഥ കി എന്താണ് ഘേൽ ഖണ്ഡീനെ ഖാനെ കി അദല ബദലിക്ക. ഇവനിതുവരെ കഴിച്ചിട്ടില്ലല്ലോ. മിഹിറാണെങ്കിൽ ഡെയിലി കഴിക്കുന്ന സാധനമാണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനം തന്നെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ടി വരുന്നതാണ്. മറ്റവൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട്
രണ്ടുപേരും തമ്മിൽ ഇവർ ഈ നമ്മൾ മിഹിർ ഓർമ്മിക്കുകയാണ്. ഹമാര സൗദ, നമ്മളൊരു ഡീല് നടത്തും. ഡീൽ എന്ന് പറഞ്ഞാൽ ഡീലിങ്സ്, നമ്മൾ ഇടപാട് അല്ലെ, ഒരു ഇടപാട്, ഡീൽ ഇംഗ്ലീഷ് എങ്ങനെ പറയാൻ, ഞങ്ങളൊരു ഡീൽ ചെയ്തു. നമ്മൾ ഇതിനെ എങ്ങനെയാ ഇടപാട് നടത്തിയെന്ന് പറഞ്ഞാല് ഹമാര സൗദാദാക്കി ഖേൽ ഖണ്ഡി കെ സമയ ഖാനേക്ക് അദല ബദലിക്ക. ഇവനിതിന് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഖേൽ ഖണ്ഡി സമയത്ത്, ഖേൽ ഖണ്ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇന്റർവെൽ സമയത്ത് നമ്മൾ എന്നും എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ രണ്ടുപേരുടെയും ഖാന അദല ബദലിക്ക. അദല ബദലി എന്തായിരിക്കും, എക്സ്ചേഞ്ച്, കൈമാറുക. ഇന്നാണെങ്കിൽ സ്കൂളില് ഉച്ചക്കഞ്ഞി, ഭക്ഷണം, നല്ല ഉച്ചഭക്ഷണം ഉണ്ട്. ഉച്ചക്കഞ്ഞി എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല ഒന്നാന്തരം ഭക്ഷണം കൊണ്ടുപോകണ്ട, സ്കൂളിൽ നിന്ന് കിട്ടും. പണ്ടതില്ല. അപ്പൊ പണ്ട് ഏത് കുട്ടിയും വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളെ മിഹിർ ഒരു ചോറ്റുപാത്രത്തിൽ ചോറും അതിന്റെ കൂടെ എന്ത് കറിയാണ്, എന്താണ് സാറിന് എന്ത് കറിയാണ് കൊണ്ടുവരുന്നത്, രാജ്മ പയറിന്റെ കറിയാണ് കൊണ്ടുവരുന്നത്. മറ്റേ ചങ്ങായി ഇതുവരെ കണ്ടിട്ടില്ല, അത് കണ്ടിട്ട് ഇവന്റെ കണ്ണ് തള്ളി. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മില് ഒരു സൗദ നടത്തി. എന്താ സൗദ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് സൗദ, ഇടപാട്, ഡീൽ. എന്താ ഡീൽ അറിയോ, ഇന്റർവെൽ സമയത്ത് ഖാനേക്ക അദല ബദലിക്ക. അദല ബദലി എന്താർത്ഥം, അദല ബദലി എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നു. യാനി, അതായത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, മേരെ ടിഫിൻ കെ ഏത് സാധനമാണ് കിട്ടുക, രാജ്മ ചാവൽ ഉസ്കെ. എന്റെ ചോറ്റുപാത്രത്തിലുള്ള രാജ്മയും ചാവലും ചോറാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ചോറ്റുപാത്രത്തിലെ പയറും, അതായത് രാജ്മ പയറും ചോറും ആർക്ക് കിട്ടും, ഉസ്കെ. ആ ഉസ്കെ ഗർസെ, അവന്റെ വീട്ടിൽ നിന്ന് ആയ എന്റെ ചുറ്റുപാത്രത്തിലുള്ള ചോറും രാജ്മ കറിയും അവന് കിട്ടും. അവന്റെ വീട്ടിൽ നിന്ന് അവനെന്താ കൊണ്ടുവന്നറിയോ, രാജ്മയൊന്നും കൊണ്ടില്ല, ഇനി കറിയായിട്ട് എന്താ കൊണ്ടിരുന്നത്, ഉസ്കെ ഘർസെ ആയ ബഡാസ ചാച്ച് കാ ഡിബ്ബ. അവന്റെ വീട്ടിൽ നിന്ന് അവൻ കൊണ്ടുവരുന്നത് ചാച്ചിന്റെ ഡിബ്ബയാണ്. ചാച്ച് നമ്മളെ പിന്നെ ബട്ടർ മിൽക്ക് ഇല്ലേ, അതായത് പാത്രം, ഒരു വലിയ ബഡാസ ചാച്ച് കാ ഡിബ്ബ, വലിയൊരു മോരിന്റെ ഡിബ്ബ എന്ന് പറഞ്ഞ ഒരു പാത്രമാണ്. അത് കൊണ്ടുവരും, അതെനിക്ക്. അപ്പൊ നോക്കിയാട്ടെ നിങ്ങള്, ഒരാൾക്ക് രാജ്മ ചാവൽ കിട്ടും, മറ്റാൾക്ക് മോര് കിട്ടും. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഉസേ പദാഥ കി ചാച്ച് മേരി കംസോരി ഹൈ. അവനറിയാം ചാച്ച് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ ഒരു കംസോരിയാണ്. എന്താ കംസോരി, എന്റെ ഒരു ബലഹീനത, ദൗർബല്യം എന്ന് പറയും. മോരുണ്ടെങ്കിൽ, മോര് ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർബല്യമാണ്. ചില ഫുഡൊക്കെ ഉണ്ടാകും നമുക്ക് ദൗർബല്യമാണ്, കണ്ടാല് ഇത് കഴിച്ചിട്ടേ പറ്റും, ചില സാധനം കണ്ടാല്. അപ്പൊ അതേപോലെ മിഹിർ പാണ്ഡെ, ഹമാരെ ലേഖക്, നമ്മുടെ എഴുത്തുകാരനല്ലോ, സാഹിത്യകാർ മിഹിർ പാണ്ഡെക്ക് ചാച്ച് എന്ന് പറഞ്ഞാല് മോര് കംസോരിയാണ്. കംസോരി എന്ന് പറഞ്ഞാൽ എന്താ, ദൗർബല്യാണ്. അപ്പൊ ഇവന്റെ മോര് പാത്രം ഇവന് കിട്ടും, മറ്റവന്. ഈ സംഭവം എല്ലാം ആലോചിക്കാൻ ഇടവന്നത് എപ്പോൾ, എപ്പോഴാ, അതെന്താ പറയാത്ത, സിനിമ മേ ऐसी घटनाएं होती है. തീർച്ചയായിട്ടും സിനിമയിലും ഇതുപോലുള്ള ഇൻസിഡൻസ്, ഘടനകൾ, സംഭവങ്ങൾ ഉണ്ടായി കാണും. അതുകൊണ്ട് ആലോചിക്കണം. ഈ സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുന്നു, കൂട്ടുകാരനെ കുറിച്ച്, പേര് മോർപാൽ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം മോരാണ്, മോരിനെ പറയുന്നത് ചാച്ചാണ്. നമ്മുടെ മിഹിർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് രാജ്മയാണ്. രാജ്മ മറ്റേ ചങ്ങായി ഇതുവരെ കണ്ടിട്ടേ ഇല്ല, സാധാരണ ഭക്ഷണമായ രാജ്മ കാണാത്തവനാണ്.
ഇപ്പൊ നിങ്ങളോട് ഒരാളാരൊക്കെ പറയുമ്പോൾ ചെറുപയർ കണ്ടിട്ട് ആരെങ്കിലും ബോധം കെട്ടു പോകുന്നില്ലല്ലോ. കാരണം നമുക്കറിയാം ചെറുപയർ സാധാരണ ഇതാണ്. പക്ഷെ അത്രയും വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അവരാണ് മോർപാൽ. അപ്പോ അവൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഇനി എന്താ പറഞ്ഞത്? मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज और किसी के लिए इतनी खास हो सकती है. എന്താ പറയുന്നത്? ഞാൻ ആലോചിക്കുകയാണ്, നിസാരമായിട്ടുള്ള രാജ്മ മോർപാൽ സെ മിൽനെ സെ പേരെ സെ മിൽനെ കാണുക. ഞാൻ മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ मेरे मन में कतई अंदाजा नहीं था. കത്തൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്റെ മോർപാലിനെ കാണുന്നതിന് മുമ്പേ എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും അന്താസ ഊഹിച്ചിട്ട് പോലില്ല, ഗസ് ചെയ്തിട്ട് പോലില്ല. കത്തൈ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടന്നു, ഒരിക്കലും ഞാൻ ഊഹിച്ചിട്ടില്ല. അതായത് മെരേലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്മി എന്താണ്? എനിക്ക് സാമാന്യ സി ചീസാണ്, ഒരു കോമൺ ആയ ഒരു ഫുഡാണ് അത്. പക്ഷെ ആ സാധനം എന്താണ്? കിസിക്കലിന് ഖാസ് ഹോ സക്തി ഹൈ. ചില ആർക്കെങ്കിലും അത് വിശേഷപ്പെട്ടത്, ഖാസ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു വസ്തു ആയിത്തീരും എന്ന് മോർപാലിനെ കാണുന്നതിന് മുമ്പേ ഞാൻ ഊഹിച്ചിട്ട് പോലുമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ചില സാധനങ്ങൾ നമുക്കത് സാധാരണ സാധനമാണെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് അത് വളരെ വിശേഷപ്പെട്ട സാധനമായിരിക്കാം എന്ന് ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ ശരിയായിട്ടുണ്ട്. ഇന്ന് തൽക്കാലം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് സിനിമയുടെ പേര് അയാം കല. സിനിമാ സംവിധാനം, അതിന്റെ രചനയൊക്കെ നിർവഹിച്ചിരിക്കുന്നത് നീൽ മാധവ് പാണ്ഡെ. ഇനി ഈ സിനിമ കണ്ടതാര്? മിഹിർ പാണ്ഡെ. കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഈ തന്റെ കുട്ടിക്കാലം ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഓർമ്മ വരികയാണ്. കുട്ടിക്കാലത്തെ മിഹിറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ പേരാണ് മോർപാൽ, അല്ലെ? മോർപാലിനെ ഇന്നും ഓർക്കുന്നതിന് ക്ലാസ്സിൽ രസകരമായ സംഭവം ലുക്കിന്റെ സംഭവമാണ്. ലുക്കിനെ അവൻ അർത്ഥം പറഞ്ഞാണ് രസകരമായ ലുക്ക് കേൾക്കുന്ന എന്ന് പറഞ്ഞ് ക്ലാസ് മൊത്തം ചിരിപ്പിച്ചു. പിന്നെ രണ്ടുപേരും പിന്നെ ആൽഫബറ്റിക് ഓർഡർ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ ആദ്യാക്ഷരം ഒരേപോലെ ആയതുകൊണ്ട് ക്ലാസ് കി ദരിപ്പട്ടിയില് രണ്ടാളും പാസ് ആയിട്ട്. പിന്നെ ആലോചിക്കുന്നത് ചൊറ്റുപാത്രത്തില് രാജ്മാ പയറ് കണ്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മതിമറന്നു പോയിരുന്നു അവൻ. അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ഒരു തീരുമാനം എടുത്തു, ഒരു സൗദ നടത്തി, ഒരു ഡീൽ ചെയ്ത്. എന്താണ് അവർ തമ്മിലുള്ള ഒരു ഇടപാട് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കരാർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. രണ്ടുപേരുടെയും ടിഫിൻ ബോക്സുകൾ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോ ഏതായാലും നമുക്ക് പിന്നെ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി മാത്രമേ അതിനുശേഷം നമ്മൾ പാഠത്തിലേക്ക് വിശദമായിട്ട് പോകും കേട്ടോ. അപ്പൊ ഈ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ എഴുത്തുകാരന്റെ കുട്ടിക്കാരാണ്, അത് ഓർമ്മിക്കുന്നു, ഫ്ലാഷ് ബാക്ക് ആണ്. പിന്നെ നമ്മൾ കഥയിലേക്ക് പോകും. അപ്പൊ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നിവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലേ? ഓക്കെ, എന്നാല് പിന്നെ അടുത്ത രണ്ട് നോട്ട്സ് തരാനുള്ള സംവിധാനം ഉണ്ടാക്കും ഞാൻ. ഇത് പഠിച്ചോളാം. സംശയം ഉണ്ടെങ്കിൽ sir.
അജൽ ദേവ്